Hello. എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻ സാരീസ് കാണിക്കാനായിട്ട്. ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് വൈറ്റ് സാരീസ് കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ ഒരു സബ്സ്ക്രൈബർ കളക്ഷനിൽ വൈറ്റ് ആയിട്ടും ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിവതും ഈ ഒരു വീക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കുറച്ച് യൂണിഫോമിന്റെ ഓർഡേഴ്സും അതിന്റെ വർക്കുകളൊക്കെ നടക്കുന്നതിന്റെ തിരക്കായത് കാരണം വീഡിയോസ് കണ്ടിന്യൂസ്ലി ഇടാനായിട്ട് പറ്റിയില്ല. ഒത്തിരി വൈകിക്കുന്നതിന് മുമ്പായിട്ട് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒരുപാട് ആശിച്ച് അയച്ചു തന്നേക്കുന്ന സാരീസ് ഇതില്ല. അപ്പൊ അവരെ നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനിടയ്ക്ക് സമയം കണ്ടെത്തി ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം ഈ ഒരു സാരീസ് ഒക്കെ കണ്ട് നിങ്ങൾ ഈ ഒരു സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഓരോരോ സാരീസ് വെച്ചിട്ട് കാണാം. നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് കളറിലെ ഓർഗൻഡി സാരിയാണ്. ഇത് ഭയങ്കര ഒരു ക്രീമിഷ് ആയിട്ടുള്ള ഓഫ് വൈറ്റ് അല്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് ഒരു പേൾ വൈറ്റ് എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ഓർഗൻഡി സാരിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻഡി എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ അല്ല. ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻഡി എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ രണ്ട് ടൈപ്പിൽ ഓർഗൻഡി വരും. ഭയങ്കര സ്റ്റിഫ്നെസ്സും സ്റ്റാർച്ചും വരുന്ന പോലത്തെ ഓർഗൻഡി വരും. അതല്ലാണ്ട് മീഡിയം രീതിയിൽ വലിയ സ്റ്റിഫ്നെസ് ഒന്നും വരുന്ന പോലത്തെ അല്ലാത്തൊരു ഓർഗൻഡിയും വരും. അങ്ങനത്തെ ഒരു ഓർഗൻഡി ഇത് അത്യാവശ്യം ഇത് കണ്ടോ നമ്മൾ പിടിക്കുമ്പോൾ അറിയാൻ പറ്റും. ഒത്തിരി ഒരു ഇങ്ങനെ വടം പോലെ ഇങ്ങനെ ഇരിക്കില്ല, പേപ്പർ പോലെ ഇരിക്കില്ല. കുറച്ചിങ്ങനെ കുറച്ചൊരു മയമുള്ള ഒരു ടൈപ്പ് ഒരു ഓർഗൻഡി. ഇത് പിന്നെ ഒന്ന് രണ്ട് വാഷ് കഴിയുമ്പോൾ നല്ല മയം വരുന്ന ടൈപ്പ് ഓർഗൻഡിയാണ്. അപ്പം ഇതാണ് നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ. ഇതിനകത്ത് ഷാഡോ വർക്ക് ആയി ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പല്ലുവിന്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈനാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഫിനിഷിങ്ങോടെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ്. ആ ഒരു റെഡിന്റെയും ബ്ലാക്കിന്റെയും കൂടെ വരുന്നത് മൾട്ടി കളർ ത്രെഡാണ് ഈ ഒരു ഡിസൈൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓറഞ്ച് കളറിലെ ഹൈലൈറ്റും ഗ്രീൻ കളറിലെ ലീഫും ഒക്കെ കൊടുത്തിരിക്കുന്നു. ഓഫ് വൈറ്റില് ഈ കളർ ഷെയ്ഡ്സ് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ക്രിസ്മസിന് മാത്രമല്ല എപ്പം വേണമെങ്കിലും നമുക്ക് ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് സ്പെഷ്യൽ ആയിട്ട് വന്ന കളക്ഷൻ ആണെങ്കിൽ പോലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഇതാണ്. ഇതിന്റെ പല്ലുവിന്റെ സെൻട്രൽ പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈന്. അതിന്റെ പല്ലുവിന്റെ എൻഡിൽ ഉള്ളിൽ വരുന്ന എൻഡിലും ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ എൻഡ് പോർഷനിൽ തന്നെ 3 ഡിസൈൻസ് ഉണ്ട്. 3 വലുപ്പത്തിലുള്ള 3 ഡിസൈൻസ് എന്ന് പറയാൻ പറ്റും. 3 ഫ്ലവറിലെ ഡിസൈൻ ഉണ്ട്, 2 ഫ്ലവറിലെ ഡിസൈൻ ഉണ്ട്, 1 ഫ്ലവറിലെ ഡിസൈൻ ഉണ്ട്. അങ്ങനെ 3 ഡിസൈൻസ് ഇതിന്റെ ആ ഒരു പല്ലു പോർഷന്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് റണ്ണിങ് പോർഷനിലും ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് പല്ലു പോർഷനിൽ വരുന്ന റണ്ണിങ് പോർഷനിൽ വരുന്ന ഡിസൈൻ. ഇതിനുശേഷം ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. 3 ഡിസൈൻസ് ആണ് ചെസ്റ്റ് പോർഷനിൽ ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന 3 ഡിസൈൻസ് ആണ്. ഇങ്ങനെ 3 ഡിസൈൻസ് ഇതിന് അടുപ്പിച്ച് തന്നെ 3 ഫ്ലവറിലെ 2 ഡിസൈൻസും സെന്ററിൽ 2 ഫ്ലവറിലെ ഡിസൈനുമായിട്ട് 3 ഡിസൈൻസ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം ചെസ്റ്റ് പോർഷൻ കവർ ചെയ്ത് തന്നെ ഡിസൈൻ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതിനകത്ത് കളർ കോമ്പിനേഷൻ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ലതായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ കാണാവുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഇത്രയും അത് കഴിഞ്ഞിട്ട് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ അതിന്റെ ലാസ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ സ്റ്റാൻഡിങ് പോസിൽ ഈ സെയിം ഡിസൈൻ സ്റ്റാൻഡിങ് പോസിൽ ചെയ്തിട്ടുണ്ട്. 2 ഫ്ലവറുള്ള ഡിസൈനാണ് റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോൾ വരുന്നത്. ഈ ഒരു ഡിസൈനാണ്. ഇപ്പൊ ഇതിനകത്ത് ഫോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയുള്ള ഫോൾ അറ്റാച്ച് ചെയ്ത് 2 എൻഡും ക്ലോസ് ചെയ്ത് അടിച്ചിട്ടുമുണ്ട്. ഫുൾ നമുക്ക് ഉടുക്കാനായിട്ട് പാകത്തിനാണ് ഈ സാരി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഇതിനൊക്കെ ബ്ലൗസുകൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷൻ കാണുമ്പോൾ ചോദിക്കാറുണ്ട്. ബ്ലൗസ് അവൈലബിൾ ആയിട്ടുള്ള സാരീസിൽ നമ്മൾ വീഡിയോയിൽ തന്നെ എടുത്ത് പറയും ഇതിനകത്ത് ബ്ലൗസ് അവൈലബിൾ ആണെന്നുള്ളത്. ഈ സാരീസിലൊന്നും ബ്ലൗസ് അവൈലബിൾ അല്ല. നോർമലി നമുക്ക് ഓർഗൻഡി സാരീസിന് ബ്ലൗസ് വിത്ത് വരാറില്ല. നമ്മൾ ഇങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് സാരി ആയിട്ടാണെങ്കിലും പിന്നെ ഓർഗൻഡി മെറ്റീരിയൽ പൊതുവെ ആ മെറ്റീരിയൽ തന്നെ നമ്മൾ ബ്ലൗസ് ചെയ്യാറുമില്ല. കാരണം ഇച്ചിരി ഒരു കനം കുറഞ്ഞ മെറ്റീരിയൽ ആയതുകൊണ്ട്. പക്ഷെ ഇപ്പം ആൾക്കാരൊക്കെ വിത്ത് ലൈനിങ് ഇട്ട് ഓർഗൻഡിയിലും ബ്ലൗസ് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ വരാറില്ല. ഈ സബ്സ്ക്രൈബർ കളക്ഷൻ നമുക്ക് അയച്ചു തരുന്നതിന്റെ ഒരു 90% ആൾക്കാർ നമുക്ക് 5.5 മീറ്റർ സാരി മാത്രമായിട്ട് അയച്ചു തരുന്നത്. വളരെ ഫ്യൂ ആയിട്ടുള്ള സാരീസിൽ ബ്ലൗസ് വരാറുണ്ട്. അപ്പൊ അന്നേരം നമ്മൾ ബ്ലൗസ് ഉണ്ടെന്നുള്ള കാര്യം എടുത്തു പറയും. ഇപ്പൊ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്ന 1-2 സാരീസിലെല്ലാം ബ്ലൗസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാരിയിൽ ബ്ലൗസ് ഇല്ല. ഇത് 5.5 മീറ്റർ സാരിയിൽ ഇത്രയും ഡിസൈൻസ് ഷാഡോ വർക്ക് വരുന്ന ഒരു സാരിയാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 2975 ആണ്. 2975 rupees. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഇതിനകത്തും ഷാഡോ വർക്ക് ആണ് വരുന്നത്.
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൾട്ടി കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ ഒരു ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. ഗ്രീനും അതുപോലെ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. മൾട്ടി കളർ ത്രെഡ് തന്നെ പോലെയാണ് ഷെയ്ഡ്, അതോ ഗ്രീനിന്റെ 2 ഷെയ്ഡ്സ് ആണോ നമുക്ക് ക്ലിയർ അല്ല ഇതിനകത്ത്. ഈ പറഞ്ഞ സബ്സ്ക്രൈബർ കളക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ത്രെഡിന്റെ നമ്പേഴ്സ് ഒന്നും നമുക്ക് അറിയില്ല അവർ അയക്കുന്നതായതുകൊണ്ട്. എന്നാലും ഇതിനകത്ത് ഗ്രീനിന്റെ 2 ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് ഇതിനകത്ത് ആ ഒരു ഫുൾ ഡിസൈനിൽ. നോർമലി മൾട്ടി കളർ ത്രെഡ് വരുമ്പോൾ അതിനകത്തൊരു വൈറ്റിന്റെ എലമെന്റ് കൂടെ വരാറുണ്ട്. വൈറ്റ് എലമെന്റ് വന്നിട്ടില്ല, ഗ്രീനിന്റെ തന്നെ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ ഒരു വർക്കിന്റെ ഫിനിഷ് ലുക്കിൽ കാണുന്നത്. അതുപോലെ ഇതിനകത്തൊരു പിങ്കിന്റെ ഷെയ്ഡും അതുപോലെ ഓറഞ്ച് യെല്ലോയുടെ മൾട്ടി ഷെയ്ഡും, അങ്ങനെ 2 മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഒരു ഫ്ലവർ പാറ്റേണിന് ചുറ്റും ചെറിയ ലീഫ് പാറ്റേൺ വരുന്നത് പോലെ, ലീഫായിട്ടല്ല ചെറിയ നമ്മുടെ ഫോൺ സ്റ്റിച്ച് വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. പല്ലുവിന്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈനാണ്. അതിനകത്ത് ഇതുപോലെ 8 ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതിനുശേഷം പല്ലുവിന്റെ തന്നെ നടുക്ക് വശത്തെ ഡിസൈൻ ഇച്ചിരി കയറി വരുന്നത് പോലെയാണ്. അതായത് നമ്മൾ ഉടുത്ത് വരുമ്പോൾ ഫ്ലീറ്റിന് ഇടയ്ക്കായി പോകും. ഇപ്പോൾ ചേർച്ച് വെയർ ഒക്കെ ആയിട്ട് പള്ളിയിൽ പോകുമ്പോൾ തലയിലിടാനൊക്കെ ആണെങ്കിൽ ഈ ഒരു ഡിസൈൻ കാണാവുന്നത് പോലെ കുറച്ച് ടോപ്പിൽ വരുന്നത് പോലെയൊക്കെ വരുന്നത് പോലെ ഒരു ഡിസൈൻ ഇതിന്റെ സെൻട്രൽ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ ഉള്ളിൽ വരുന്ന ഡിസൈനും, അതായത് പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന ഡിസൈനും ഇതുപോലെ 8 ഫ്ലവേഴ്സ് വരുന്നത് പോലെ സ്കാറ്റർ ചെയ്തൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് 2 വലിയ ഡിസൈൻസ് ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് ശേഷം വരുന്ന എല്ലാ ഡിസൈൻസും നമ്മൾ ഇതിന്റെ നടുക്ക് കണ്ട വലിയ ഡിസൈൻ, നടുക്ക് കണ്ട 3 ഫ്ലവർ ഡിസൈൻ പോലത്തെ ഡിസൈൻസ് ആണ്. ഫുൾ ആ ഒരു ബോർഡറിലും സ്കാറ്റർ ചെയ്ത് ഈ ഒരു ഡിസൈൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ പിങ്കിന്റെയും ആ ഒരു ഓറഞ്ച് ഇതിന്റെയും ആ ഒരു കളർ കോമ്പിനേഷനിൽ ഈ ഒരു ഗ്യാപ്പിൽ ഇതിന്റെ ഓൾമോസ്റ്റ് ബോർഡർ ഫുൾ കവർ ചെയ്യുന്നത് പോലെ ഈ ഒരു ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ. അതായത് നമ്മൾ വളരെ പ്ലസന്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ആ കളർ കോമ്പിനേഷന്റെ ഭംഗി കൊണ്ട് നല്ലതായിട്ട് എലഗന്റ് ആക്കി എടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും നല്ലൊരു പ്ലസന്റ് ലുക്ക് തരുന്ന ഒരു വൈറ്റ് സാരിയാണ്. ഇതിന്റെ നോക്കുമ്പോൾ പല്ലു പോർഷനിൽ റണ്ണിങ് ആയിട്ട് 2 ഡിസൈൻ ഉണ്ട്, വലിയ 2 ഡിസൈൻ ഉണ്ട്, സെൻട്രലിൽ ഒരു ഡിസൈൻ ഉണ്ട്. ഇനി ചെസ്റ്റ് പോർഷൻ തൊട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെയാണ് വരുന്നത്. ചെസ്റ്റ് പോർഷൻ തൊട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലൊരു ഡിസൈൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് ഡിഫിക്കൽട്ട് ആണ്. ഒരു ഗ്യാപ്പ് കൊടുത്ത് നമ്മളിങ്ങനെ ആ ബോർഡറിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസൈൻസ് പോയിരിക്കുകയാണ്. നമ്മുടെ ഒരു സാരിയുടെ ഹാഫ് പോർഷൻ, അതായത് നമ്മുടെ ഫ്ലീറ്റ്സ് കഴിഞ്ഞ് മുകളിലോട്ട് വരുന്ന ഭാഗത്തായിട്ട് വരുന്നത് പോലെ ഇതുപോലെ 5 ഡിസൈൻസ് ആണ് ടോട്ടൽ വരുന്നത്. 1 2 3 4 5 ഡിസൈൻസ് ഇതിനകത്ത് ആ ഒരു സാരിയുടെ ഹാഫ് പോർഷൻ കഴിഞ്ഞ് വരുന്നിടം തൊട്ട് കാണാനായിട്ട് പറ്റും. ഇത്രയുമാണ്. അതിനുശേഷം ഇതിന്റെ ബോട്ടം പോർഷനിലോട്ടുള്ള ഡിസൈനാണ് വരുന്നത്. അതായത് സാരിയുടെ ഹാഫ് പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ബോട്ടം പോർഷൻ ഡിസൈനാണ് വരുന്നത്. ബോട്ടം പോർഷനിലും അതേ ഗ്യാപ്പിൽ തന്നെ ഇതുപോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. 1 2 3 ഒരു 6 7 ഡിസൈൻസോളം ഇതുപോലെ ഇതുണ്ട്. ഇതിന്റെ ബോട്ടം പോർഷനിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സാരിയുടെ ഫുൾ ബോർഡറിലും ഇങ്ങനെ ഈ ഒരു 3 ഫ്ലവറിന്റെ ഷാഡോ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് സെയിം രീതിയിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബ്ലൗസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കോട്ടൺ ചെക്കോട്ടയിലൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഈ കറക്റ്റ് ഒരു വൈറ്റ് ഷെയ്ഡ് ആയിരിക്കില്ല. നമ്മൾ നോർമലി 2x2 വൈറ്റ് ഷെയ്ഡ് വാങ്ങിക്കുന്ന ആയിരിക്കില്ല കോട്ടൺ ചെക്കോട്ടയുടെ വൈറ്റ്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ബ്ലൗസ് പ്രിഫർ ചെയ്യാറുണ്ട്. അതെല്ലാ മെറ്റീരിയലും അങ്ങനെയാണ്. സെയിം മെറ്റീരിയൽ വെച്ച് ബ്ലൗസ് വരുമ്പോഴായിരിക്കും നമുക്ക് എക്സാക്ട് കളർ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്ലൗസ് പ്രിഫർ ചെയ്യുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അല്ലെ പിന്നെ നമ്മൾ വർക്കിന്റെ കളർ ബ്ലൗസ് ഇടണം. അപ്പം ഇതിനകത്ത് നമുക്ക് വൈറ്റ് ബ്ലൗസ് ഇടാനായിട്ട് താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ആ ഒരു അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൗസുള്ള ഇത്രയും വർക്കുള്ള ഒരു സാരി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 3179 റുപ്പീസ് ആണ്. 15 ചെറിയ ഫ്ലവേഴ്സും ഉണ്ട്, വലിയ 2 ഫ്ലവേഴ്സും ഉണ്ട്. ബ്ലൗസിന്റെ സ്ലീവിൽ 2 ഫ്ലവേഴ്സും വരുന്നത് പോലെയാണ് ഈ ഒരു സാരി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് വീണ്ടും ഒരു വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഇതിനകത്ത് റെഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഈ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്രിസ്മസിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ക്രിസ്മസിന് അല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ വൈറ്റും റെഡും ഗ്രീനും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. നമുക്ക് എപ്പോഴും മൂവിങ് ആയിട്ടുള്ള ഒരു വൈറ്റിൽ വരുന്ന എപ്പോഴും മൂവിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് റെഡ് ഫ്ലവേഴ്സ് വരുന്നത്. ഇതിനകത്ത് ഫ്രഞ്ച് നോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. വളരെ ഡീറ്റെയിലിങ്ങോടുകൂടി തന്നെ ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. ഫ്രഞ്ച് നോട്ട്സ് യൂസ് ചെയ്തിട്ട് ഇത്രയും തിക്കായിട്ട്, അതും ഇത് ചെയ്തിരിക്കുന്ന സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ലീവ്സ് ആണെങ്കിലും ആ ഒരു ഫ്രഞ്ച് നോട്ട് പാറ്റേൺ ആണെങ്കിലും ഒക്കെ ചെയ്തിരിക്കുന്ന സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് അറിയാം സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ മറ്റേ നമ്മുടെ നോർമൽ എംബ്രോയിഡറി കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ അത് 6 strands ആയിട്ടാണ് കിട്ടുന്നത്. ഇത് വരുമ്പോഴത്തേനും തീരെ നൈസ് ആയിട്ടുള്ളൊരു രീതിയിലാണ് നമുക്ക് സിൽക്ക് ത്രെഡ് വരുന്നത്. അതിനെ നമ്മൾ തന്നെ അതിനെ 6 strands ആയിട്ടോ അല്ലെങ്കിൽ 12 strands ആയിട്ടോ ഒക്കെ ഇട്ടാണ് നമ്മൾ എപ്പോഴും ഈ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് എംബ്രോയിഡറി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അതിനെ ഫ്രഞ്ച് നോട്ട് ആക്കി ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല സമയവും വേണം, ക്ഷമയും വേണം. അതുപോലെ വേണം വർക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു വർക്കാണ്. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവരത് മാക്സിമം രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നിറച്ചും ഫ്ലവേഴ്സ് വരുന്ന രീതിയിൽ ആ ഒരു
റെഡ് കളറിലെ കളേഴ്സും അതുപോലെ ഗ്രീനിന്റെ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിരുന്ന ആ ഒരു ലീവ്സിന്റെ സെൻട്രൽ പോർഷൻ ഒക്കെ കുറച്ചൊരു ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്ത് അതിന്റെ ആ വെയിൻസ് ഒക്കെ അങ്ങനെ കാണാവുന്ന പോലെ ആക്കി ആ ഒരു ഗ്രീൻ ലീഫിനാണെങ്കിലും കുറച്ചൊരു ലൈഫ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻ വന്നിരിക്കുന്നത്. പല്ലുവിന്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈൻ ആണ്. പല്ലുവിന്റെ ഉള്ളിലെ എൻഡിലും സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. സെയിം പാറ്റേണിൽ തന്നെ ഒരു ഡിസൈൻ ആണ് പല്ലുവിന്റെ മെയിൻ എൻഡിലും കൊടുത്തിരിക്കുന്നത്, ഉള്ളിൽ വരുന്ന എൻഡിലും കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ, അതായത് പല്ലുവിന്റെ ചെസ്റ്റ് കഴിഞ്ഞിട്ട് പുറകോട്ട് കിടക്കുന്ന പോർഷനിൽ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് ഇതിന്റെ. 2 ഒരു ഫ്ലവർ വരുന്ന ഒരു പാറ്റേണിലുള്ള ഡിസൈൻ ആണ് ഇതിന്റെ പല്ലുവിന്റെ പുറകോട്ട് വരുന്ന ഭാഗത്ത് കിടക്കുന്നത്. അതിനുശേഷം ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഡിസൈൻ വരുന്നത്. ഈ ഒരു ബ്രാഞ്ചസിനെ പല രീതിയിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്തൊരു 4 ബ്രാഞ്ചസ് വരുന്നത് പോലെയുണ്ട്, നടുക്ക് വരുന്നതിനകത്തൊക്കെ പിന്നെ 3 ബ്രാഞ്ചസ് വരുന്നത് പോലെയൊക്കെ ആയിട്ട് ഈ ഫ്ലവേഴ്സിനെ തന്നെ പല രീതിയിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെയാണ്. ചെസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ നമ്മുടെ ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന ഇതിനകത്ത് 4 ബ്രാഞ്ചസ് വരുന്നത് പോലെ തിക്ക് ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ഹിപ്പ് സൈഡിലോട്ടൊക്കെ വരുന്ന പോലെ വരുമ്പോഴായിരിക്കും നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ഇത്രയൊരു ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത്. അപ്പം അവിടെ വരുമ്പോഴത്തേനും ഈ ഒരു 3 ബ്രാഞ്ചസ് വരുന്നത് പോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്യാപ്പ് വിട്ട് നെക്സ്റ്റ് ഒരു ഡിസൈൻ ആണ്. ഈ ഒരു ഡിസൈൻ മിക്കവാറും നമുക്ക് ലെഫ്റ്റ് ലെഗ് പോർഷൻ, അതായത് ഫ്ലീറ്റ്സ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത്, ഞാൻ എപ്പോഴും പറയാറുണ്ട് സാറുടെ പകുതി പോർഷൻ എന്ന് പറയുന്നത് ഫ്ലീറ്റ്സ് അല്ല തീരുന്നത്. നമ്മൾ ഫോളൊക്കെ വെക്കുന്ന സമയത്ത് ഈ പകുതി പോർഷൻ വരെ ആയിരിക്കും മിക്കവാറും ഫോൾ വരുന്നത്. ഒരു 2.5 മീറ്റർ വരുന്ന ഭാഗം, 2.5-2.25 മീറ്റർ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഫ്ലീറ്റ്സ് തീരുന്നിടമാണ്. ഇത് കഴിഞ്ഞിട്ട് ഫ്ലീറ്റ്സിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന ഭാഗത്ത് ഏകദേശം പുറകുവശത്ത് വരുന്നത് പോലെ, അല്ലെങ്കിൽ ഫ്ലീറ്റ്സ് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് ലെഫ്റ്റ് ലെഗ് പോർഷനിൽ വരുന്ന പോലെ ഈ ഒരു ഡിസൈൻ വരുന്നത്. അതിനുശേഷം ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുന്നത് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ വരുമ്പോൾ നമ്മൾ ആ ഒരു ഫ്ലീറ്റ്സിന് ഇടയ്ക്ക് കാണാവുന്നത് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുന്നത് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും നിറച്ചും വലിയ ഡിസൈൻസ് ഉള്ളൊരു സാരിയാണ്. ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസിൽ വരുമ്പോഴത്തേനും ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. ഈ ഒരു ഗ്രീൻ ലീഫിന്റെ എലമെന്റിനകത്ത് ഒരു സിംഗിൾ ഫ്ലവർ വരുന്ന ഒരു പാറ്റേണിൽ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത്രയും ഡിസൈൻസ് വരുന്ന ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2975 ആണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്നത് വൈറ്റ് കളറിലെ ഒരു കോട്ടൺ ചെക്കോട്ട സാരിയിൽ എംബ്രോയിഡറി വന്നിരിക്കുന്നതാണ്. ഇതിനകത്ത് പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഒരു വലിയ സൈസിലുള്ള ഒരു ഫ്ലവർ ആണ് ഇതിന്റെ പല്ലുവിന്റെ മെയിൻ എൻഡിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സെയിം പാറ്റേണിൽ കുറച്ചുകൂടെ ഡിഫറൻസിൽ നമ്മൾ നേരത്തെ നമ്മുടെ ഓൺ വർക്കായിട്ട് വന്നിരിക്കുന്ന ഡിസൈൻ ആയിരുന്നു. പക്ഷെ ഇതിൽ കുറച്ചുകൂടെ ഒരു സൈസ് ഒക്കെ ലാർജ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈസ് വരുമ്പോൾ ഇതിന്റെ കൈപ്പത്തി വരുന്ന സൈസിൽ വരുന്നുണ്ടിരുന്ന ഒരു ഡിസൈൻ ആയിരുന്നു. കുറച്ചുകൂടെ വലുപ്പത്തിൽ ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സെൻട്രൽ പോർഷനിലാണെങ്കിലും ഇച്ചിരി വലുപ്പമുള്ള ടൈപ്പ് ബീഡ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സൈസ് വരുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ല വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സാരിയുടെ കാര്യം പറഞ്ഞ പോലെ ഈ ഒരു സാരിയിലും സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ഗ്രീനും ഒരു പിങ്കും കോമ്പിനേഷനിലാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നടുക്ക് പേൾസ് വന്നിരിക്കുന്നത് നമ്മുടെ പേൾ ഷെയ്ഡിൽ വരുന്ന പോലെ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേൾസ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പല്ലുവിന്റെ ഉള്ള എൻഡിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ഉള്ള എൻഡിൽ വരുമ്പോഴത്തേനും ഇതുപോലെ ഒരു ഫ്ലവറും 2 ഫ്ലവറും 2-3 ലീഫും വരുന്ന ഒരു പാറ്റേണിൽ ഉള്ളിലെ എൻഡിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു നമ്മൾ പല്ലുവിന്റെ മെയിൻ എൻഡിൽ കണ്ട ഡിസൈനോട് ചേർന്ന് തന്നെ സെയിം സൈസിൽ തന്നെ ഒരു ഡിസൈനും കൂടെ പല്ലുവിന്റെ ആ എൻ പോർഷനിൽ വരുന്നത് പോലെയുണ്ട്. അതായത് അടുപ്പിച്ച് 2 വലിയ ഡിസൈൻ വരുന്നത് പോലെയാണ് പല്ലുവിന്റെ എൻ പോർഷൻ വരുന്നത്. റണ്ണിങ് പോർഷനിലെ ഡിസൈൻ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഡിസൈൻ ഒരുപാട് ഗ്യാപ്പ് ഇല്ലാതെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതേ വലുപ്പത്തിൽ തന്നെ വരുന്ന ഒരു വലിയ ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത്. 2 വലിയ ഡിസൈൻസ് ഇത് ചെസ്റ്റ് പോർഷനിൽ വരുന്നുണ്ട്. ഇതുപോലെ 2 വലിയ ഡിസൈൻസ്. ഇത് കണ്ടോ, ഡിസൈനിന്റെ വലുപ്പം നോക്കി അറിയാം. നല്ല വലിയ ഡിസൈനാണ്. വീതി ഉണ്ട്, അതുപോലെ ലെങ്ത് വൈസും നല്ല വലിയ സൈസിലുള്ള ഡിസൈൻ വരുന്നത്. നല്ല വലിയ ഫ്ലീറ്റ്സ് ഇട്ട് എടുക്കുമ്പോഴായിരിക്കും ആ ഡിസൈനിന്റെ ഫുൾ വ്യൂ നമുക്ക് കിട്ടുന്നത്. അതുപോലെ നല്ല വലിയ വലിപ്പത്തിലാണ് ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ഫ്ലീറ്റ്സ് ഇട്ട് വേണം ഒരു സാരിയിൽ. അത്രയും വലിപ്പത്തിൽ തന്നെ നമുക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട്. അതിന്റെ 2 ഡിസൈനാണ് എന്റെ ചെസ്റ്റ് പോർഷനിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ചെസ്റ്റ് പോർഷൻ കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ വീണ്ടും അതേ ഗ്യാപ്പിൽ തന്നെ വീണ്ടും 2 ഡിസൈനും കൂടി ഇതിന്റെ ഒരു ടോപ്പ് പോർഷനിൽ, സാരിയുടെ ഹാഫ് പോർഷനിൽ 2 ഡിസൈൻസ് കൂടെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്ലീറ്റ്സ് കഴിഞ്ഞ് വരുന്നിടത്ത് ചെസ്റ്റ് വരെ വരുന്നിടത്തായിട്ട് 4 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ ബോട്ടം പ്ലീറ്റ്സിലാണ് വരുന്നത്. ബോട്ടം പ്ലീറ്റ്സിലോട്ട് വരുമ്പോൾ സ്റ്റാൻഡിങ് പോസിലാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ
സ്റ്റാൻഡിങ് പോസിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡിങ് പോസിൽ ഇതിനകത്ത് 3 ഡിസൈൻസാണ് വന്നിരിക്കുന്നത്. പ്ലീറ്റ്സിന് ഇടയിലും അതുപോലെ റൈറ്റ് ലെഗ് പോർഷനിലും വരുന്നത് പോലെ 3 ഡിസൈൻസ് ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. സെയിം പാറ്റേണിൽ തന്നെയുള്ള ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് 3 ഡിസൈൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാരി റെഡി ടു സെയിൽ ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനകത്തും ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിനകത്ത് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിൽ ഒരു സിംഗിൾ ഫ്ലവറും ഒരു ലീഫും വരുന്നത് പോലെയാണ് ബ്ലൗസ് വരുന്നത്. ഇതുപോലെ ഒരു സിംഗിൾ ഫ്ലവറും ലീഫും വരുന്നത് പോലെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2575 ആണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്ന ഒരു കോട്ടൺ ചെക്കോട്ട സാരി തന്നെയാണ്, വൈറ്റ് ഷെയ്ഡിൽ വരുന്നത്. ഇതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് എംബ്രോയിഡറി വന്നിരിക്കുന്നതാണ്. മെറൂണും അതുപോലെ ഗ്രീനിന്റെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡും അതിനകത്ത് സെൻട്രൽ പോർഷനിൽ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ കൊടുത്ത് ലോങ് ഫ്രഞ്ച് നോട്ട്സ് കൊടുത്ത് ബഡ്സും അതുപോലെ ഒരു ബട്ടർഫ്ലൈ പോലെ ഒരു പാറ്റേൺ, ആ ഒരു ഫ്ലവറിൽ ബട്ടർഫ്ലൈ പോലെ ഒരു പാറ്റേൺ ഡബിൾ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട് ഓറഞ്ചും യെല്ലോയും വരുന്ന ഒരു ഡബിൾ ഷെയ്ഡ് യൂസ് ചെയ്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇച്ചിരി ലെങ്തിൽ വരുന്ന ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒന്നും നമ്മൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു എംബ്രോയിഡറി സ്റ്റിച്ച് തന്നെയാണ്. എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് വരുന്ന ഒരു ഡിസൈൻ ആണ്. ഇതിനകത്ത് വലിയ 3 ഫ്ലവേഴ്സും നിറച്ച് ലീവ്സും ഒക്കെ വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പല്ലുവിന്റെ മെയിൻ എൻഡിൽ ഇതുപോലത്തെ നമ്മൾ നേരത്തെ കണ്ട സാരിയിലെ പോലെ തന്നെ സെയിം സൈസിൽ വരുന്ന വലിയ 2 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം ഏറ്റവും എൻഡിൽ വരുന്നതിന് ഒരു ചെറിയൊരു എൽ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. മറ്റേത് ഡിസൈൻ കുറച്ച് സ്ട്രെയിറ്റ് വരുന്നത് പോലെ അങ്ങനെ വലിയ 2 ഡിസൈൻസിന്റെ പല്ലുവിന്റെ മെയിൻ എൻഡിൽ വരുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്. പല്ലുവിന്റെ ഉൾവശത്ത് വരുന്നത് പോലെയും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് പല്ലുവിന്റെ ഉൾവശത്ത് വരുന്നത്. ആ ഒരു ഫ്ലവേഴ്സ് മാത്രം വരുന്നത് പോലെയാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ടാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ കണ്ട സാരി പോലെ തന്നെ അടുപ്പിച്ച് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 4 ഡിസൈൻസ് അടുപ്പിച്ച് തന്നെ വന്നിട്ടുണ്ട്. വലിയ ഗ്യാപ്പ് ഇല്ലാതെ ഈ ഒരു 3 ഡിസൈൻസ് ആട്ടോ, 3 ഡിസൈൻസ് നല്ല ലെങ്ത് ഉള്ള ഡിസൈൻ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ട 4 ഡിസൈൻസിന്റെ വലിപ്പത്തിൽ ഈ ഒരു 3 ഡിസൈൻ വന്നിട്ടുണ്ട്. സെയിം പാറ്റേണിൽ തന്നെ വരുന്നത് പോലെ നല്ലൊരു കളർ കോമ്പിനേഷൻ ഒക്കെ വൈറ്റിലാകുമ്പോഴത്തേന് ഈ ഒരു മെറൂണിഷ് ഷെയ്ഡ് നല്ലതായിട്ട് കോൺട്രാസ്റ്റ് ചെയ്തൊരു വൈൻ ഷെയ്ഡ്, മെറൂണിഷ് വൈൻ ഷെയ്ഡ് അത് വന്നിരിക്കുന്നത്. അത് നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത ഒരു വൈറ്റിൽ കാണാനും പറ്റും. നല്ല ഗ്രീനായിട്ടൊക്കെ നല്ലതായിട്ട് മെർജ് ചെയ്ത ആ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിന് താഴോട്ട് വരുമ്പോഴത്തേനും ഇതിനകത്ത് സ്റ്റാൻഡിങ് പോസിലാണ് അടുത്ത ഡിസൈൻസ് വരുന്നത്. ഇതുപോലെ സ്റ്റാൻഡിങ് പോസിൽ പ്ലീറ്റ്സ് കഴിഞ്ഞ് വരുന്നിടത്തും പ്ലീറ്റ്സിലോട്ട് വരുന്ന ഭാഗത്തും ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചാണ് പിടിക്കുന്നത് കേട്ടോ. ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത് താഴോട്ട് കിടക്കുന്നത് പോലെ ഡിസൈൻ വരുന്നത്. ഈ ഒരു പാറ്റേണിൽ 4 ഡിസൈൻസ് സ്റ്റാൻഡിങ് പോസിൽ വരുന്ന പോലെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 4 ഡിസൈൻസ് വന്നിരിക്കുന്ന പോലെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ഇതിനകത്തോട്ടൊക്കെ വരുമ്പോഴത്തേനും സെൻട്രൽ പോർഷനിലൊക്കെ ചെറിയൊരു കളർ വേരിയേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻസിനകത്തൊക്കെ ഈ സെൻട്രൽ പോർഷൻ വന്നിരുന്നത് ഒരു യെല്ലോയിഷ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടായിരുന്നു. ബട്ടർഫ്ലൈയുടെ കളർ ചേഞ്ച് ആണെങ്കിലും ചെറിയൊരു കളർ വ്യത്യാസം ബോട്ടം പോർഷനിലോട്ടുള്ള ഡിസൈൻസിലുണ്ട്. ഇതിനകത്തും ആ സെൻട്രൽ പോർഷൻ എല്ലാം ആ ഒരു സെൽഫ് കളർ വെച്ച് തന്നെയാണ് ഈ ഒരു ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ആ ഫ്രഞ്ച് നോട്ടൊക്കെ ആണെങ്കിലും എല്ലാം സെൽഫ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ അതെല്ലാം ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വെച്ചിട്ടായിരുന്നു. അപ്പം ആ ഒരു ചേഞ്ച് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ വരെ സെയിം ആയിട്ട് തന്നെ എല്ലാം ഇതാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈനിലും ബട്ടർഫ്ലൈയുടെ ഇത് വന്നിരിക്കുന്നത് കുറച്ചൊരു ഡിഫറൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കി ഈ 2 ഡിസൈൻസിൽ വരുമ്പോഴത്തേനും ഇത് സെൽഫ് കളറിൽ വരുന്നത് പോലെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ വരുന്നില്ല. റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്ന ഒരു ഡിസൈനിൽ ഈ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ വരാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു സാരിയുടെ ഡീറ്റെയിൽ വന്നിരുന്നത്. ഇതിനകത്തും ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിനകത്ത് ബ്ലൗസ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് വന്നിരിക്കുന്നത്. ഒരു സിംഗിൾ ഫ്ലവറും കുറച്ച് ലീഫ് പാറ്റേണും ഒക്കെ വരുന്നത് പോലെയാണ് ഈ ഒരു ബ്ലൗസ് വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2575 ആണ്. സാരീസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പൊ തന്നെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ആയി പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഒരുപാട് സാരീസ് നമുക്ക് ഈ ഒരു സബ്സ്ക്രൈബർ കളക്ഷനിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ട്. എൻ്റെ യൂണിഫോം വർക്കിന്റെ ഒക്കെ കുറച്ച് തിരക്ക് കാരണം എനിക്ക് എല്ലാ സാരീസും നേരത്തെ തന്നെ കാണിക്കാനായിട്ട്
മീൻസ് ഇച്ചിരി ഞാൻ താമസിച്ചു പോയി. ഇപ്പോഴും നമുക്ക് സാരീസ് വന്നുകൊണ്ടിരിപ്പുണ്ട്. ഇതൊക്കെ ഒരുപാട് നേരത്തെ വന്നതല്ല, ഞാൻ ഒത്തിരി പെൻഡിങ് വെച്ചതല്ല, എന്നാൽ പോലും കുറച്ചൊന്ന് ഡിലേ ആയി. ഇപ്പൊ നമുക്ക് ഇന്ന് തന്നെ 21st ആയല്ലോ. ക്രിസ്മസിന് വേണ്ടിയൊക്കെ സാരീസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമുക്ക് ഇനിയും ഒരുപാട് സാരീസ് കാണിക്കാനായിട്ടുണ്ട്. കഴിവതും ഞാൻ 2-3 ദിവസത്തിനുള്ളിൽ തന്നെയായിട്ട് എല്ലാ സാരീസും കാണിക്കാം. സാരീസ് മാത്രമല്ല, പുതിയ കുറെ കളക്ഷൻസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് ഇനിയും ഈ ഒരു സബ്സ്ക്രൈബർ കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.